പാലക്കാട്ടെ നെന്മാറയിൽ ഇരട്ടക്കൊലപാതകത്തിലേക്ക് തന്നെയാണ് അമ്മയെയും മകനെയുമാണ് അയൽവാസിയായ കൊലക്കേസ് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത്. നെന്മാറ പോത്തുണ്ടി സ്വദേശി മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രസാദ് ഉടുമ്പിശ്ശേരിയുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? പ്രതി ഇപ്പോഴും ഒളിവിലാണ്. പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെ അവരെ കൊണ്ടുവന്ന ആളുകളുണ്ട്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഒരു മണിക്കൂറാവുള്ളൂ. എന്താ സംഭവം? അവർ തമ്മിൽ നേരത്തെ പെൺകുട്ടി വെടി വെച്ചാൽ കൊന്നാണല്ലോ, അതിൻ്റെ വൈരാഗ്യം തീർക്കായിരിക്കും. ഇപ്പോൾ 3 മാസമായി വന്നിട്ട് വെളി ഇറങ്ങിയിട്ട്. നിങ്ങൾ അടുത്തുള്ള ആളുകളാണ്? തൊട്ടാണ്. ഇത് എന്താ സംഭവം? ഇത് കൊന്നതാണ് കൊലപാതകം. ഇത് എപ്പോഴാണ് സംഭവം നടന്നത്? രാവിലെ ഞാനൊരു 9:10 മണിയാകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് വണ്ടി കൊണ്ട് വീണ് കിടക്കണം. അപ്പോൾ അവൻ ആശുപത്രി കൊണ്ടുപോകണം പറഞ്ഞിട്ട് വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നമ്മുടെ കൂട്ടുകാരും കൂടി പോകുന്ന സമയത്ത് വെട്ടേറ്റ് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ അവിടെ പോയി കണ്ടത്. ഇതിന് സുധാരൻ പറയുന്ന ആൾ വെട്ടുകൊണ്ട് ദത്തായ അവസ്ഥയിലും ഈ അമ്മ വെട്ടുകൊണ്ട് പെടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. വീടിന് വെളിയിൽ ഉമ്മർത്ത്. അപ്പം തന്നെ നെന്മാറ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് വിളിച്ച് നെന്മാറ പോലീസ് അറിയിക്കുകയും അവർ ആംബുലൻസ് വിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് കയറ്റി നേരെ നെന്മാറ ആശുപത്രി എത്തും മുന്നേ ഈ അമ്മയും ഡോക്ടർ നെന്മാറ ആശുപത്രി എത്തിയും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്. സുധാകരൻ വണ്ടിയുടെ മുകളിലാണോ കിടന്നിരുന്നത്? സുധാകരൻ വണ്ടിൻ്റെ ചോട്ടിലാണ് കിടന്നിരുന്നത്. വണ്ടി മറിഞ്ഞു കിടക്കേണ്ടത് വണ്ടിൻ്റെ ചോട്ടിലാണ് ആൾ കിടന്നത്. എങ്ങോട്ടെങ്കിലും യാത്ര വേറെ വെളിക്ക് അങ്ങോട്ട് യാത്ര പോകാൻ വന്നാണ് തോന്നുന്നത്. ഈ പ്രതിൻ്റെ വീട്ടിന് ഉമ്മർത്ത് വെച്ചാണ് വെട്ട് നടന്നിരിക്കുന്നത്. ഈ പ്രതി പറയുന്ന ആൾ ചന്താവരാട്ടനുണ്ട്. അയാളുടെ വീട്ടിന് ഉമ്മർത്ത് വെച്ചിട്ടാണ് വെട്ട്. നേരത്തെ സുധാകരൻ ഭാര്യ ഇയാളാണ് കൊന്നത്. ചന്താമരാക്ഷൻ പറയുന്ന ആളെ കൊന്നത്. ഇവർ തമ്മിലുള്ള നേരത്തെ പ്രശ്നമുണ്ട്. പ്രശ്നം പറഞ്ഞാൽ മാനസികമായിട്ട് എല്ലാവരും കുടുംബപരമായിട്ട് ഒരു വ്യക്തിപരവും അവർക്കൊന്നുമില്ല. ഇയാൾക്കൊരു മാനസികമാണ്. ഇയാളുടെ ഈ എന്താ പറയുക, വെളിയിൽ ഒരാൾ ഷർട്ട് മുണ്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് ഒരു മാനസിക വെളിയിൽ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ, സംശയരോഗം. അതാണ് ഈ ചന്താമരക്കുള്ളത്. ശേഷം ചെന്താമര എന്നാണ് ജാമ്യത്തിൽ ഇറങ്ങി? നമ്മൾ ഫസ്റ്റ് കൊലപാതകം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമായിട്ടുള്ളൂ. 3 മാസമാവും. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയത്. ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് ഇപ്പം അടുത്തല്ല ജയിലിൽ നിന്ന് ഇറങ്ങി? ഇപ്പം അടുത്ത ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ വന്നിരുന്നു. അവിടെ നിന്ന് ഇരുന്നപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞ് ഭയങ്കര പ്രതിഷേധമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഇരുത്താൻ പറ്റില്ല, സ്വന്തം ഭാര്യയും മക്കൾ പോലും ഉണ്ടെങ്കിൽ ഇവിടെ ഇരുത്താം. അപ്പോൾ അവർ ഇരുത്താൻ പറ്റില്ല പറഞ്ഞു. പിന്നെ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയൊക്കെ കൊടുത്തു. പോലീസിനും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ്. നടപടി ഉണ്ടായില്ല. ഞങ്ങൾ രണ്ടാളും പോത്തുണ്ടി തന്നെ അടുത്തുള്ള ആളാണ്. അപ്പം നേരത്തെ ഇയാൾ വന്നതിന് ശേഷം ഇവരുമായിട്ട് പിന്നീട് എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെയുള്ളതായിട്ട് അറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഞങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ ആ സ്പോട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ വെട്ടേറ്റ് കിടക്കണ കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ ഈ ആളുടെ അമ്മയും കിടക്കണ കണ്ടു. അപ്പോൾ ഈ അമ്മയ്ക്ക് ജീവനുണ്ട് തോന്നിയപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് ഈ അമ്മനെയും കൊണ്ട് നെന്മാറ ആശുപത്രി എത്തിയിട്ടാണ് മരിച്ചു. മകൻ അവിടെ തന്നെ മരിച്ചു കിടക്കും. ആതിര, ഇതാണ് പറയുന്നത്. അതായത് ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ അവരുടെ അമ്മയുടെ മീനാക്ഷിയുടെ മൃതദേഹമാണ് ആംബുലൻസിൽ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഈ പ്രദേശത്തുണ്ടായിട്ടുള്ളത്. നേരത്തെ ഉണ്ടായ ഒരു കൊലപാതകത്തിൽ അതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ തന്നെ സുധാകരൻ്റെ ഭാര്യയെ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ചെന്താമര. നേരത്തെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അന്ന് അറസ്റ്റിലായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ഇതിൽ 2 പേരെ കൂടി കൊലപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ്. അതാണിപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ള ക്രൂരമായ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. കൊല്ലപ്പെട്ട സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ചും അമ്മ മീനാക്ഷിയെ നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അവർ മരിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിയായ ചെന്താമര ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതികരണം കേട്ടതിന് ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇരുവരും മരിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രസാദ്, ഒരു സംശയ നിവാരണത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഈ നാട്ടുകാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവരെ കൊലപ്പെടുത്തുന്നത് ഈ ചെന്താമരയുടെ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ടാണ് എന്നാണ്. അങ്ങനെ തന്നെയാണോ അവർ പറഞ്ഞത്?
അതെ അതെ, അതായത് രണ്ട് വീടുകളും അടുത്തടുത്താണ്. അതായത് അയൽവാസിയാണ് ചെന്താമര എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. അന്ന് വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞ പോലെ സംശയരോഗമാണ്. ചെന്താമരയുടെ ഭാര്യയോട് അതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലൊരു തർക്കമോ അങ്ങനെ എന്തെങ്കിലും നിലനിന്നിരുന്നോ? അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർക്ക് അറിയാമോ? അത്തരത്തിലൊരു തർക്കവും ഉള്ളതായി ഇവർ പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചെന്താമര വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അവർ ഒരു കാത്തിരിക്കുകയായിരുന്നു, കൊല ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രണ്ടുപേരെയും വീടിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ചാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് ചെന്താമരയുടെ വീടുമുള്ളത്. എന്തായാലും പാലക്കാട് നെന്മാറയിലാണ് ഇത്തരത്തിൽ അതീവ ദാരുണമായ നാടിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അമ്മയെയും മകനെയുമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ പ്രതി ചെന്താമര വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഇപ്പോൾ കൊലപ്പെടുത്തിയ ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിൽ കഴിയുകയായിരുന്നു. ശേഷം പരോളിൽ ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ ഇയാൾ സുധാകരനെയും അമ്മയെയും കൊല്ലുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, ഈ നാട്ടുകാർ പറയുന്നത് ഇയാൾ പൊതുവെ ഒരു സംശയരോഗമുള്ള ഒരാളാണ്, ഒരു പ്രത്യേകതര സ്വഭാവക്കാരനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് സംശയരോഗമാണ്. സംശയരോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സുധാകരൻ്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷമാണ് ഈ പ്രതി ചെന്താമര പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. അന്ന് പിടിയിലായ സമയത്ത് തന്നെ ചെന്താമര ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ അവർ വീടിന് മുമ്പിൽ വെച്ച് ആണ് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. സുധാകരൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അമ്മയെ മീനാക്ഷിയെയും തൊട്ടടുത്ത് വെച്ച് തന്നെ വെട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പോലീസ് പറയുന്നത് നേരത്തെ ഈ സംശയരോഗമാണ്. പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചെന്താമര ആ പ്രദേശത്ത് നേരത്തെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സമയത്ത് പോത്തുണ്ടിയിലെ വനമേഖലയിൽ വെച്ചാണ് ചെന്താമരയെ പിടികൂടിയത്. ഇത്തവണയും കൃത്യം നടത്തിയതിനു ശേഷം ഇതിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ പരിസരത്തേക്ക് പ്രതി ഓടിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മീനാക്ഷിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ഇതിൽ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ എന്തായാലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും അതീവ ദാരുണമായ സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രസാദ്, ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലേ? കാരണം ഈ പറയുന്നത് പോലെ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ സംശയരോഗവുമായി ബന്ധപ്പെട്ട് ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു എന്ന് പറയുന്നു. പിന്നീട് തിരിച്ചു വന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് സുധാകരന്റെ അമ്മയെയും കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെന്താണ് പ്രകോപനം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള വ്യക്തതയുമില്ലല്ലോ. ഈ ഭാര്യയെ കൊലപ്പെടുത്തിയത് വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് ഇത്തരത്തിൽ സംശയരോഗമോ അങ്ങനെ എന്തോ ഒക്കെ ബന്ധപ്പെട്ടാണെന്നൊക്കെ കരുതുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നവർക്ക് മാനസികമായ എന്തെങ്കിലും കുഴപ്പമുള്ള ആളാണോ? അങ്ങനെ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഇയാൾക്ക് ഇത് തന്നെയാണ്, അതായത് ഈ ചെന്താമരയുടെ കുടുംബം ഇയാളിൽ നിന്ന് അകലാനുള്ള കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന സുധാകരനും അമ്മയും സുധാകരൻ്റെ ഭാര്യയുമാണ് എന്നുള്ളതാണ് ഇതിലേക്ക് നയിച്ച കാരണം. അതിൽ ആദ്യം സുധാകരൻ്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയാണുണ്ടായത്. പിന്നെ അതിൽ ജയിലിൽ പോകുന്നു. ഇറങ്ങി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് ഈ കൊലയിലേക്ക് നയിച്ചിട്ടുള്ളത്. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുകയായിരുന്നു ഈ പ്രതിയായ ചെന്താമര. ഇന്ന് അതിനുള്ള അവസരം കിട്ടിയ സമയത്ത് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ ഇരട്ട കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പാലക്കാട് നെന്മാറയിലാണ് ഇത്തരത്തിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ ഇത്തരത്തിൽ ഇയാൾ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്നു. പിന്നീട് പരോളിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ അമ്മയെയും മകനെയും കൊലപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അതിനുശേഷം ഇയാൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഒപ്പം ഈ മരിച്ച മീനാക്ഷിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി.